നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വന്നല്ലോ. എന്താമേ? പടിയേറ്റിന്റെ കാര്യം എന്തായിന്നറിയാൻ ഞാൻ കാർത്തിക് മോനെ ഒന്ന് വിളിക്കാൻ ഉദ്ദേശിക്കായിരുന്നു. അപ്പതേ അവൻ കൺമുമ്പിൽ. മുത്തശ്ശി, ഞാൻ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന വഴിയാ. എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമ്മളെല്ലാരും കൂടി നാളെ വൈകിട്ട് അങ്ങോട്ട് ചെന്നാ മതി. നീ നമ്മുടെ ശാന്തിക്കാരൻ തിരുമേനിയെ കണ്ടോ മോനെ? കണ്ടു. തിരുമേനിയോടാ എല്ലാം ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഇതെന്താ മോനെ, അമ്മയ്ക്ക് പടിയേറ്റിനുടുക്കാനുള്ള ഡ്രസ്സുകളാണോ? അല്ലമ്മേ, ഇത് ദേവമ്മയ്ക്കും മീനാക്ഷിക്കും വേണ്ടി മേടിച്ച കുറച്ച് ഡ്രസ്സുകളാ. ഓ, അതെ, നന്ദിനിയല്ല, ഞാനാ നിന്റെ അമ്മ. അതെന്താ നീ അങ്ങനെ പറയുന്നത്? നീ പ്രസവിച്ചു എന്ന് പറയുന്നത് ശരിയാ, പക്ഷേ അവനെ വളർത്തിയത് നന്ദിനിയല്ലേ? നീയും അത് പലപ്പോഴും സമ്മതിച്ചതല്ലേ? ആയിക്കോട്ടെ, നന്ദിനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചതിന് ഞാൻ എതിരൊന്നും പറയുന്നില്ല. പക്ഷേ ഇവൻ കല്യാണം കഴിച്ചവനാ. മൈഥിലിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം മറ്റൊരു പെണ്ണിന് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നത് അത്ര സുഖമുള്ള ഏർപ്പാടല്ല. അതെ, മറ്റൊരു പെണ്ണും മറ്റാരും അല്ല, ഇവന്റെ അമ്മാവന്റെ മകളാ. അതാ ഒട്ടും സുഖമുള്ള ഏർപ്പാടല്ലെന്ന് ഞാൻ ഊന്നി ഊന്നി പറയുന്നത്. ഊന്നി ഊന്നി പറയാൻ നീ എന്താ വള്ള ഊന്നുകാരിയാണോ? നീ ഈ പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായിടി. അമ്മാവന്റെ മകൾ എന്ന് വെച്ചാ മുറപ്പെണ്ണ് എന്നർത്ഥം വരും. പക്ഷേ കല്യാണം കഴിച്ച ഇവന് അവൾ ആരായിരിക്കും? അങ്ങനെ ചോദിച്ചാ പെങ്ങള്. എന്നാ നിനക്ക് അങ്ങനെ ചിന്തിച്ചൂടെ? എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. കൺമുന്നില് കാണുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാ. നിന്റെ കണ്ണിന് വല്ല തിമിരവും ബാധിച്ചു കാണും. എത്രയും പെട്ടെന്ന് ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കാണും. അമ്മേ, അമ്മയ്ക്ക് ഞാൻ എപ്പോഴും സാരികൾ വാങ്ങി തരുന്നുണ്ട്. അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാരികൾ. കൂടാതെ അച്ഛനും ഏത് യാത്രയ്ക്ക് പോയാലും തിരികെ വരുമ്പോ അമ്മയ്ക്ക് ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കൊണ്ടുവരും. പാവം ദേവമ്മയ്ക്കും മീനാക്ഷിക്കും ആര് വാങ്ങിക്കൊടുക്കാനമ്മേ? അവന്റെ ഒരു മീനാക്ഷി ദേവമ്മേ. ദേ, നിന്നോടൊരു കാര്യം ഞാൻ പറയാം. ഇവിടെ വളരെ ശുഭകരമായ ചില കാര്യങ്ങൾ നടക്കാൻ പോവാ. ദയവായി നിന്റെ വായിന്ന് നല്ല നല്ല വാക്കുകളും മനസ്സിന്ന് നല്ല നല്ല ചിന്തകളും വരണമെന്ന് ഞാൻ അപേക്ഷിക്കാം. എന്റെ വായ അടപ്പിക്കാനാണല്ലോ ഇവിടെ സകലമാന പേർക്കും തിടുക്കം. അതെന്താന്ന് വെച്ചാലേ, നീ വായടച്ചു വെച്ച് നടന്ന നിന്നെ പോലെ സുന്ദരിയും സുശീലയും നിഷ്കളങ്കയുമായ ഒരു പെൺകുട്ടി ഈ ചെമ്പകമംഗലത്തും പരിസരത്തും ഇല്ല. നീ വായി തുറന്നാലോ നിന്നെ പോലെ ഉപദ്രവകാരിയും അശ്രീകരമായൊരു പെണ്ണ് ഈ ഭൂലോകത്തെ ഉണ്ടാവില്ല. അമ്മേ, ഈ പടിയേറ്റ് തീരുന്നത് വരെ നിനക്കൊന്നും മിണ്ടാവൃത അനുഷ്ഠിച്ചൂടെ? അവളുടെ ഒരു പടിയേറ്റ് അത് നടക്കണോ വേണ്ടയോന്ന് ഞാൻ തീരുമാനിക്കും. മോനെ കാർത്തി, അമ്പലത്തിൽ നടക്കേണ്ട കാര്യങ്ങളിലെല്ലാം മോന്റെ ഒരു ശ്രദ്ധ വേണം. ഒന്നിനും ഒരു കുറവും വരരുത്. ഇല്ല മുത്തശ്ശി, ഒരു കുറവും വരില്ല. എടാ, വിളിച്ചെന്തിനാ? വേഗം പറ. ദേ, അവിടെ കാർത്തിക് വന്നിട്ടുണ്ട്. ഇപ്പൊ എന്നെ തിരക്കും. നാളെ പടിയേറ്റ. അശ്വിനും അതിഥിയും വരെ അമ്പലത്തിലായിരിക്കും. ഇതാണ് നമുക്ക് പറ്റിയ അവസരം. ഇനിയിപ്പോ ഉടനെ ഒന്നും ഇങ്ങനെ ഒരു ചാൻസ് ഒത്തുവരില്ല. നീ വ്യക്തമായിട്ടൊന്ന് പറയും. ഈ അവസരം മുതലെടുത്ത് നമുക്ക് മുങ്ങാം. എല്ലാവരും പടിയേറ്റ് ചടങ്ങിൽ പെട്ട് തിരക്കിലായിരിക്കും. അങ്ങനെയാവുമ്പോ അവര് നമ്മളെ അന്വേഷിക്കാൻ സമയമെടുക്കും. ഇതിനകം നമുക്ക് അടുത്ത സ്റ്റേറ്റ് പിടിക്കാം. എങ്ങനെ പോവും? ഞാൻ കാറുമായിട്ട് അമ്പലത്തിനടുത്ത് കാത്തു നിൽക്കാം. ബാക്കിയെല്ലാം അവിടെ വെച്ച്. ഇന്ദ്രജ വന്നിട്ട് ഒത്തിരി നേരം ആയോ? സാരമില്ല, ഞാൻ കാത്തുനിന്നത് എന്റെ നാത്തൂനെയല്ലേ, അതുകൊണ്ട് യാതൊരു സങ്കടവും ഇല്ല.
ഞാൻ സാവിത്രി വിളിപ്പിച്ച കാര്യം പെട്ടെന്നങ്ങ് പറഞ്ഞേക്കാം. കാരണം വലിയ സെലിബ്രിറ്റികളൊന്നും അല്ലെങ്കിലും നമ്മളെ രണ്ടുപേരെയും എല്ലാവരും ശ്രദ്ധിക്കും. അതിന് കാരണം ഒരാള് ചെമ്പകമംഗലത്തെയും മറ്റൊരാള് മാധവ മന്ദിരത്തിലെയുമാണ്. പ്രശ്നം അതൊന്നുമല്ലേ. ഞങ്ങള് ചെമ്പകമംഗലത്തുകാരുടെ നമ്പർ 1 ശത്രുവാ ഇപ്പൊ ഇന്ദ്രജ. രണ്ട് ശത്രുക്കൾ തമ്മില് എന്താണ് സംസാരമെന്നായിരിക്കും നാട്ടുകാരുടെ ചിന്ത. നമ്മള് നാത്തുമാരാണെന്നുള്ള കാര്യം അവരങ്ങ് മറക്കും. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ചെമ്പകമംഗലത്ത് മീനാക്ഷി നന്ദിനി മകളായി സ്വീകരിക്കുന്ന പടിയേറ്റാണെന്ന് കേട്ടു. അതെ, അത് സത്യം. കുടുംബക്ഷേത്രത്തിൽ വെച്ച് നടത്താൻ അവര് തീരുമാനം എടുത്തും കഴിഞ്ഞു. എന്നാ ആ പടിയേറ്റ് നടക്കരുത്. അതിന് സാവിത്രി എന്നെ ഒന്ന് സഹായിക്കണം. അതിന് എന്റെ എല്ലാവിധ സഹായവും ഉണ്ടാവും. എന്ത് വേണമെന്ന് ഇന്ദ്രജ് ഇങ്ങോട്ട് പറഞ്ഞാ മതി. അത് ഞാൻ മുടക്കും. ക്ഷേത്രത്തിൽ തൽക്കാലം സാവിത്രി സൈലന്റ് ആയിട്ട് നിന്നാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. എന്തു വന്നാലും മീനാക്ഷിക്കൊന്നും പറ്റരുത്. അവളെ എനിക്ക് വേണം. അവളെ കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത് എന്റെ മാധുരിയാണ്. മാധുരി. ശ്രീകരത്തിന്റെ പേര് പറഞ്ഞ ഞാൻ നീ തെറ്റും. സാവിത്രി, നന്ദിനിയാണ് എന്റെ സാവിത്രിയുടെ ലക്ഷ്യം. അവളുടെ ലക്ഷ്യം നിറവേറാൻ പാടില്ല. അല്ല, ഈ പടിയേറ്റ് നമുക്കെങ്ങനെ മുടക്കാൻ പറ്റും? പരദേവത പടിയേറ്റിന് അനുവാദം തന്ന് അനുഗ്രഹിക്കണമെങ്കിൽ നന്ദിനി വിളക്കും താലവുമായി അമ്പലത്തിന് 3 വട്ടം പ്രദക്ഷിണം വെക്കണം. ആ പ്രദക്ഷിണം മുടങ്ങണം. അത് ഞാൻ മുടക്കും. അല്ല, അതെങ്ങനെ? സാവിത്രി അക്കാര്യം കണ്ടാ മതി. അത് മുടക്കിയതിന് ശേഷം നമ്മൾ ഒരുമിച്ച് വേറെ ചില യുദ്ധങ്ങൾക്ക് ആരംഭം കുറിക്കും. ഇനി ഏത് കാര്യത്തിനും നമ്മൾ ഒരുമിച്ച്. ഓക്കെ? ഓക്കെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.